ഹലോ. അപ്പോൾ ഇന്നെല്ലാവരും സ്കൂളിൽ ആദ്യത്തെ ഡേ ആയിരിക്കും. എല്ലാവരും കുറേ പേർക്ക് മടിയുണ്ടാവും, കുറേ പേര് നല്ല എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. ഫ്രണ്ട്സിനെയൊക്കെ കാണുക, ടീച്ചേഴ്സിനെയൊക്കെ കാണുക, വിശേഷം പറയാൻ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. എന്നിട്ടിപ്പോൾ നിങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയായിരിക്കും. പുറത്ത് നല്ല മഴയുണ്ടായിരിക്കും. നല്ല കട്ടൻ ചായയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇരിക്കുന്നുണ്ടായിരിക്കും. ചിലവർ യൂട്യൂബ് നോക്കുന്നുണ്ടായിരിക്കും, ചിലവർ വിശേഷങ്ങളൊക്കെ വീട്ടിൽ പറയുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് തൊട്ടിട്ട് നമ്മളുടെ ചെറുതായ ക്ലാസ് ടിപ്പുകളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ കൂടെ കുടിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഇന്നത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കുറേ എന്നാ പറയുക, ഒരു 3 months എക്സാം ഉണ്ടായിരിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഇന്ന് തന്നെ പകുതിയായിട്ട് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തായിരിക്കും, കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകും അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പം നാളെ തൊട്ട് നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മളൊരു പുതിയ ഡെസിഷൻ എടുക്കണം. എന്നാണെന്നറിയോ? ഒന്നുമില്ലടാ, വളരെ സിമ്പിളാണ്. നമ്മൾ ടീച്ചർ ക്ലാസ്സിൽ എന്ത് പറയുന്നോ അത് ഞാൻ ശ്രദ്ധിക്കും എന്ന തീരുമാനം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലെടുക്കുക. അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ 50% നിങ്ങൾ വിജയിച്ചു. ഉറപ്പാണ്, എനിക്ക് ഷുവറാണ്. ഒന്നുമില്ല, ഇപ്പം നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നു, നമ്മൾ ആ ടീച്ചർക്ക് വിഷ് ചെയ്യും, പിന്നെ നമ്മൾ നോട്ട് എടുക്കും. ഒന്നുമില്ലെങ്കിൽ ടീച്ചർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, നമ്മളത് കേട്ടുകൊണ്ടിരിക്കും. ചിലവർ മൈൻഡ് വേറെ സ്ഥലത്തായിരിക്കും, ചിലവർ കുറച്ച് നേരമൊക്കെ കേൾക്കും, പിന്നെ ഫ്രണ്ട്സ് ഇറിറ്റേറ്റിംഗ് തുടങ്ങും. അങ്ങനെയൊക്കെയാണ് ഒരു ക്ലാസ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ ടീച്ചേഴ്സിന് ഇറിറ്റേറ്റ് ആവും, അവർ നിങ്ങളെ ചീത്ത വിളിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഒരു ക്ലാസ്സിലുണ്ടായിരിക്കും. 45 minutes നമുക്ക് പെട്ടെന്ന് കടന്നു പോകും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചറായിക്കോട്ടെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചറായിക്കോട്ടെ, ആര് ക്ലാസ്സിൽ വന്നാലും ആ ടീച്ചർ പറയുന്നത്, ദാറ്റ് മീൻസ് ക്ലാസ്സിൽ എടുക്കുന്നത് ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കും എന്ന തീരുമാനം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മൈൻഡിൽ എടുക്കുക. അപ്പം തന്നെ നിങ്ങൾ 50% സക്സസ് ആയി. ഇനി അങ്ങനൊരു ഡെസിഷൻ നമ്മൾ ആദ്യം എടുത്തു, ടീച്ചർ എന്ത് ക്ലാസ്സിൽ പറയുന്നു അത് നമ്മൾ ശ്രദ്ധിക്കുന്നുള്ള കാര്യം. ചിലപ്പോൾ 15 minutes ആയിരിക്കാം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, പക്ഷെ നമ്മളത് എഫക്റ്റീവായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീട്ടിൽ വന്നു, ഈ ഒരു തീരുമാനമൊക്കെ എടുത്തു, നിങ്ങൾ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും പല എഫക്റ്റീവ് ടൈം ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നോ യുവർ എഫക്റ്റീവ് സ്റ്റഡി ടൈം. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് പഠിക്കാൻ പറ്റിയ ടൈം എന്ന് നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്ത് വയ്ക്കുക. ചിലവർക്ക് അത് ഒരു നൈറ്റ് 8 to 10:30 വരെ ആയിരിക്കും. അതല്ലെങ്കിൽ ചിലവർക്ക് വന്നുടനെ തന്നെ ചിലവർ ഹോംവർക്ക് ചെയ്യുന്നവരുണ്ട്. 4:30 to 8:30 വരെയൊക്കെ അവരിരുന്ന് പഠിക്കും. അപ്പം നിങ്ങൾക്ക് പഠിത്തം മാത്രം പോരല്ലോ, ഇതിൻ്റെ കൂടെ എൻ്റർടൈനും വേണം. എന്ത്, നമ്മളുടെ യൂട്യൂബ് വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽസ് എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യും. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ മൈൻഡിലൊരു തീരുമാനം എടുക്കുക. എത്ര നല്ല ചാനലായാലും എന്ത് തന്നെ ആയാലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എൻ്റർടൈനിങ്ങിന് പോകാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പം ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾ സെലക്ട് ചെയ്തു. ടീച്ചർ എന്ത് തന്നെ ക്ലാസ്സിൽ പറഞ്ഞാലും നിങ്ങളത് മനസ്സിലാക്കും, നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളത് എടുത്തു വയ്ക്കും എന്നുള്ള കാര്യം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ 50% അങ്ങ് വിജയിച്ചു എന്ന്. ഇനി നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യം കൂടി ചെയ്യണം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നോ യുവർ എഫക്റ്റീവ് സ്റ്റഡി ടൈം. അതായത് എല്ലാവർക്കും ഒരേ സമയത്ത് പഠിച്ചാലല്ല തലയിൽ കയറുക. അത് പല രീതിയിലായിരിക്കും. ചിലവർക്ക് നൈറ്റ് ഉറക്കം ഒഴിഞ്ഞ് പഠിച്ചാലേ തലയിൽ കയറുള്ളൂ. ചിലവർ പുലർച്ചെ രാവിലെ എണീറ്റിരുന്ന് പഠിക്കും. അതല്ലെങ്കിൽ ചിലവർ വന്നുടനെ തന്നെ ഹോംവർക്ക് ചെയ്തിട്ട് കളിക്കാനോടും. ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ടൈം, പഠിക്കാനുള്ള ബെസ്റ്റ് ക്വാളിറ്റി ടൈം ഏതാണെന്ന് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇടയിൽ നമുക്ക് എൻ്റർടൈനും പോകണം അല്ലേ. അപ്പം നിങ്ങളുടെ കുറച്ച് സമയം നിങ്ങൾ ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം മാത്രം എൻ്റർടൈനിങ്ങിന് പോവുക. ദാറ്റ് മീൻസ് ഇപ്പോൾ വേറെ ഏതെങ്കിലും ചാനൽ കാണാനോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബ് ചാനൽസ് ഒത്തിരി ഉണ്ടാവും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പാട്ട് കേൾക്കലായിരിക്കും, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കലായിരിക്കും, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എൻ്റർടൈനിങ് ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ മാറ്റി വയ്ക്കുക. എഫക്റ്റീവായിട്ടുള്ള ടൈം, അതായത് നിങ്ങളുടെ ക്വാളിറ്റി ടൈം നിങ്ങൾ സ്റ്റഡീസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ക്വാളിറ്റി ടൈമായിട്ട് അത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒന്ന് മാറ്റി വയ്ക്കുക.
മെയിനായിട്ട് എന്ത് ഡിസ്ട്രാക്ഷനുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എന്തായിരിക്കും? ഫോൺ തന്നെയായിരിക്കും. അത് തന്നെയായിരിക്കും. അപ്പോൾ അത് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 to 3 hours നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സ്റ്റഡീസിന് വേണ്ടി ഇപ്പം തന്നെ മാറ്റി വയ്ക്കാൻ തുടങ്ങുക. ഇനി ഇപ്പം തന്നെ 3 hours അയ്യോ അത് ഭയങ്കര കട്ടിയായിപ്പോയി എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ 1.5 hour മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ അതങ്ങ് കൂട്ടിക്കൊണ്ടുപോകാം. അടുത്ത പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ഗോൾസ് ഫോർ എവറി ഡേ. യെസ്, സെറ്റ് യുവർ ഗോൾസ് ഫോർ എവറി ഡേ. ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താ ഗോള്? ഒന്നുമില്ല, അന്നന്ന് ടീച്ചർ ക്ലാസ്സിലെടുക്കുന്ന അന്നന്ന് പഠിച്ച് തീർക്കുക. ഇത് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഗോൾസ്. അത് അത്ര തന്നെയാണ്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് ഐഡിയ ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇവിടെ ഒന്നുമില്ല, മൈ ടു ഡു ലിസ്റ്റ്. ഇതിൽ നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ എന്തൊക്കെ സബ്ജക്റ്റ് തീർക്കുന്നോ അതെല്ലാം ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് മാത്രം പോകുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ ഒരു നല്ല ഐഡിയ ആണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. പിന്നെ നിങ്ങൾ ഈ ടു ഡു ലിസ്റ്റിനെ അത്ര നിസ്സാരക്കാരനായിട്ടൊന്നും കാണണ്ട. ഡെയിലി നിങ്ങളിങ്ങനെ ടിക്കറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ പതിയൊരു ടെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 3 ടിക്കേ വന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വിലയിരുത്താൻ പറ്റും. അടുത്ത ദിവസം ആകുമ്പോൾ നിങ്ങളവിടെ 5 ടിക്കാക്കാൻ നോക്കും. അതായത് എല്ലാ സബ്ജക്റ്റും ഒന്ന് പഠിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. അപ്പം അത്ര നിസ്സാരക്കാരനല്ല ഈ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അതാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഓൾവേസ് അപ്ലൈ 3-2-1 സ്റ്റഡി റൂൾ. ഇതാണ് ആ റൂള്, 3-2-1 സ്റ്റഡി റൂൾ. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു 8th 9th 10th +1 +2 കോളേജ് അങ്ങനത്തെ സ്റ്റുഡൻസിനാണ് ഇത് പറ്റുള്ളൂ കേട്ടോ. കുഞ്ഞു കുട്ടികളെ എഴുതി തന്നെ പഠിക്കണം. ഒരു 7th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 6th സ്റ്റാൻഡേർഡ് വരെയൊക്കെ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. പക്ഷെ 3-2-1 സ്റ്റഡി റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതി പഠിക്കലല്ല. 3 മീൻസ് റീഡ് 3 ടൈം. അതായത് നിങ്ങൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊരു 3 ടൈം അങ്ങ് റീഡ് ചെയ്യുക. 2 മീൻസ് റീകോൾ ആൻഡ് സ്പീക്ക് 2 ടൈംസ്. പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റീകോൾ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 2 ടൈമെങ്കിലും അത് റീകോൾ ചെയ്യണം. അത് നിങ്ങൾ തന്നെ സ്വയം പറഞ്ഞു നോക്കുക. ദെൻ റൈറ്റ് 1 ടൈം. അതാണ് 3-2-1 സ്റ്റഡി മെത്തേഡ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണിത് കേട്ടോ. നമ്മൾ നേരെ തിരിച്ചാ ചെയ്യുക. നമ്മൾ 1-2-3 മെത്തേഡാണ് ചെയ്യുക. നമ്മൾ അങ്ങ് എഴുതി അങ്ങ് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ അല്ലടാ ചെയ്യേണ്ടത്. ശരിക്കും നമ്മൾ ചെയ്യേണ്ട രീതി ഇതാണ്. അതായത് നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യം നമ്മളൊരു എസ്സേ പഠിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പഠിക്കുകയാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. എല്ലാ ദിവസവും 24 hours പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. യെസ്, റിപ്പീറ്റേഷൻ ഈസ് ദ മദർ ഓഫ് ടീച്ചിങ്. നിങ്ങൾ എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ മൈൻഡിൽ അത് തറോ ആയിട്ട് പതിയും. അതൊരു വലിയ സത്യമാണ്. നിങ്ങളത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ആദ്യം തന്നെ എഴുതി പഠിക്കാൻ പോകരുത്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഓക്കെ എഴുതി പഠിക്കണം. ഒരു 7th സ്റ്റാൻഡേർഡ് വരെയൊക്കെ നിങ്ങൾക്ക് എഴുതി തന്നെ പഠിക്കേണ്ടി വരും. ചില കണ്ടീഷൻ അങ്ങനെയാണ്, ചിലവരുടെ കണ്ടീഷൻ അങ്ങനെയാണ്. പക്ഷേ ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് നിങ്ങൾ ഹൈസ്കൂളിലോട്ട് മാറുകയാണ്. അപ്പോൾ 8th 9th 10th ഒക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് 10th ഒക്കെ ആകുമ്പോഴത്തേനും കുറച്ച് അധികം ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് ഒത്തിരി ടെൻഷൻ തരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് ഈ ഒരു 3-2-1 സ്റ്റഡി റൂൾ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓൾവേസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്ന് നിങ്ങളൊരു ക്വസ്റ്റിന് ആൻസർ പഠിച്ചോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് കുറച്ച് തീർത്തു എന്ന് വിചാരിച്ചോ, ഒരു 3 ഡേയ്സ് കഴിഞ്ഞിട്ട് അത് വീണ്ടും ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആ പഠിക്കാനെടുത്ത സമയത്തിൻ്റെ അത്രയും തന്നെ പോലും വേണ്ട അത് റിവൈസ് ചെയ്യാൻ. പിന്നീട് നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുന്ന സമയത്ത് അത് 1 സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങളെ ബ്രെയിൻ അത് റീകോൾ ചെയ്ത് തുടങ്ങും. അത് നിങ്ങൾ നേരെ പരീക്ഷിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളിതൊക്കെ നിങ്ങളിതൊക്കെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ഇട്ട് അറിയിക്കണം ഇത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിന്ന്. അപ്പോൾ 3-2-1 സ്റ്റഡി മെത്തേഡ് ആരും മറക്കണ്ട. ആദ്യം നിങ്ങൾ നേരെ പഠിക്കുക. ആ പഠിച്ചതെല്ലാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക. അതിനുശേഷം അറ്റ് ലാസ്റ്റ് നിങ്ങളത് എഴുതുക. ഈ എഴുതുന്നത് എക്സാം പേപ്പറിലായി കഴിഞ്ഞാൽ വളരെ ഉത്തമം.
അതായത് മാക്സിമം നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ക്വാളിറ്റി ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി ടൈം യൂസ് ചെയ്യുക, എഴുതി നശിപ്പിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് 8th 9th 10th +1 +2 അപ് ടു കോളേജ് വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 3-1 സ്റ്റഡി റൂൾസ് അവർക്ക് മാത്രം ആപ്ലിക്കബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നാളെ തൊട്ടിട്ട് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്നുള്ള കുറച്ച് സ്റ്റഡി ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ കമൻറ്റ് ബിലോ. താങ്ക് യു.